പറയാം. സാറിന് മഹാലക്ഷ്മിക്ക് അറിയാലോ. കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ എന്തെങ്കിലും കണ്ടാ ഞാൻ പ്രതികരിക്കും. അന്ന് അതാണ് സംഭവിച്ചത്. കുട്ടിയെ ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളോട് ആജ്ഞാപിക്കുന്നോടാ. തീർത്തേക്കടാ അവനെ. അയ്യോ വിട്ടോ. ഇവിടെ വാ വച്ചേ. ഒന്നുമില്ല, പേടിക്കണ്ട. വാ. താൻ കയറ്. എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവിടാം. കയറ്. കയറിക്കോ. കുട്ടിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? പോലീസ് സ്റ്റേഷനിലേക്ക്. അത് ഞാൻ കൊണ്ടുവിടാം. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ആ ഓക്കെ. അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാക്ഷി വേണ്ടേ? എന്തിനാ ചേട്ടാ സാക്ഷി?
ഒരു പെണ്ണ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്താ അവർക്ക് കേസ് എടുത്തേ പറ്റൂ. അല്ല, എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ കൊണ്ടുവിടാം. വേണ്ട ചേട്ടാ. പിന്നെ ചേട്ടന്റെ കൂടെ ഞാൻ വന്നാൽ അവര് ചോദിക്കും ചേട്ടൻ ആരാന്ന്. ഞാൻ ഇന്ന് പരിചയപ്പെട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആണുങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന പെൺകുട്ടിയായിട്ട് അവര് ചിത്രീകരിക്കുകയും ചെയ്യും. അത്രത്തോളൊന്നും ഞാൻ ചിന്തിച്ചില്ല. അല്ല, ഇവിടുത്തെ പോലീസുകാരന് അത്ര കുഴപ്പക്കാരല്ല. എന്നാലും വേണ്ട ചേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. എന്തായാലും അവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇനി അവന്മാരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഓ, അപ്പോ അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലേ? ആ, കുറച്ച്. ആ, എന്നാ പിന്നെ എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു. എന്തെങ്കിലും ആവശ്യം വരുമ്പോ വിളിക്കാലോ. ആ, പറഞ്ഞോ. 73. എനിക്കൊരു മിസ് കോൾ അടിച്ചേക്ക്. ശരി ചേട്ടാ. അല്ല, അവന്മാരെ മുൻപരിചയമില്ല എന്ന് പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അയ്യോ, എനിക്കൊരു പരിചയമില്ല ചേട്ടാ. ഞാൻ വഴി കൂടെ പോയപ്പോ അവന്മാര് ചാടി വീഴുമായിരുന്നു. ആ, അത് ഞാൻ കണ്ടല്ലോ. എന്തായാലും കുട്ടിക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ടാ എനിക്ക് ആ വഴി വരാൻ തോന്നിയത്. ദൈവത്തെ പോലെയാ ഞാൻ ചേട്ടനെ കാണുന്നേ. എന്നാ പിന്നെ ഇന്ന് കുട്ടി കംപ്ലൈന്റ് ചെയ്ത ശേഷം കേസ് കോടതിയിൽ വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എത്തിക്കൊള്ളാം അവിടെ സാക്ഷി പറയാൻ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉറപ്പായിട്ടും വിളിച്ചോളാം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ശരി. ആ.